ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഐഡന്റിഫൈ ദ ടേംസ് ആൻഡ് ദെയർ ഫാക്ടേഴ്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. ഷോ ദ ടേംസ് ആൻഡ് ഫാക്ടേഴ്സ് ബൈ ട്രീ ഡയഗ്രാംസ്. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ എക്സ്പ്രഷൻ്റെയും ടേംസും ഫാക്ടേഴ്സും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ട്രീ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ x-3 ആണ്. ഇതിലെ ടേംസ് എക്സും -3. ഇനി ട്രീ ഡയഗ്രത്തിൽ നമുക്കതൊന്ന് കാണിക്കാം. ഇവിടെ എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞത് x-3. ഇനി ഇതിന്റെ ടേംസ് നമുക്ക് കാണിക്കാനായിട്ട് കണ്ടിന്യൂസ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ടേം എക്സ് ആണ്, അടുത്ത ടേം -3 ആണ്. അടുത്ത എക്സ്പ്രഷൻ 1 + x + x². ഇതിലെ ടേംസ് 1x ആൻഡ് x². ഇതിൽ 1ന്റെ ഫാക്ടർ 1 തന്നെയാണ്, എക്സിന്റെ ഫാക്ടർ എക്സ് തന്നെയാണ്, x²ന്റെ ഫാക്ടേഴ്സ് x × x ആണ്. അപ്പോൾ നമുക്ക് ഇത് ട്രീ ഡയഗ്രത്തിൽ കാണിക്കാം. ഇവിടെ എക്സ്പ്രഷൻ എഴുതാം 1 + x + x². ടേംസ് നമുക്ക് കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് കാണിക്കാം. 1x x². 1ന്റെ ഫാക്ടർ 1 തന്നെയാണ്, എക്സിന്റെ ഫാക്ടർ എക്സ് തന്നെയാണ്. x²ന്റെ ഫാക്ടേഴ്സ് ഡോട്ടഡ് ലൈൻ കൊടുക്കാം, എക്സും എക്സും എഴുതാം. ഈസി അല്ലേ? ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. y - y³. ടേംസ് ഏതൊക്കെയാണ്? y ആൻഡ് -y³. അപ്പോൾ ഇതിൽ y-യുടെ ഫാക്ടർ y തന്നെയാണ്, -y³ന്റെ ഫാക്ടേഴ്സ് -y × -y. ഇനി നമുക്ക് ട്രീ ഡയഗ്രാം വരച്ചു കൊടുക്കാം. എക്സ്പ്രഷൻ y - y³ ആണ്. ടേംസ് കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് എഴുതാം. y - y³. ഈ y-യുടെ ഫാക്ടർ y തന്നെ ആയതുകൊണ്ട് അവിടെ ബ്രാഞ്ചസ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻസ് കൊടുക്കാം. -y ആൻഡ് -y. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. 5xy² + 7x²y. ഇതിലെ ടേംസ് 5xy² 7x²y-യുമാണ്. 5xy²ന്റെ ഫാക്ടേഴ്സ് 5x y ആൻഡ് y. 7x²y-യുടെ ഫാക്ടേഴ്സ് 7x x y. x² എന്ന് പറയുമ്പോൾ x × x ആണല്ലോ, അതുകൊണ്ടാണ് x എന്ന് എഴുതുന്നത് കേട്ടോ. y² എന്ന് പറഞ്ഞാൽ y × y ആണ്. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ട്, y y. ഇനി ഇവിടെ ട്രീ ഡയഗ്രാം വരയ്ക്കാം. എക്സ്പ്രഷൻ എന്താണ്? 5xy² + 7x²y. കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് ടേംസ് എഴുതാം. 5xy² 7x²y. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 5xy y. ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 7x x y. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ -ab + 2b² - 3a². ടേംസ് -ab 2b² -3a². ഇനി -ab-യുടെ ഫാക്ടേഴ്സ് -a ആൻഡ് b. 2b²ന്റെ ഫാക്ടേഴ്സ് 2b. -3a²ന്റെ ഫാക്ടേഴ്സ് -3a. ഇനി ട്രീ ഡയഗ്രാം വരയ്ക്കാം നമുക്ക്. എക്സ്പ്രഷൻ എന്താ? -ab + 2b² - 3a². ടേംസ് -ab 2b² -3a². ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് -a-യും b-യും. ഇവിടെ 2b. ഇവിടെ -3a. എങ്ങനെയാണ് ഇവിടെ നമ്മൾ ടേംസും ഫാക്ടേഴ്സൊക്കെ എഴുതിയതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിൻ്റെ ട്രീ ഡയഗ്രാം വരച്ചതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻട്രഡക്ഷനിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരത് കാണാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി ഇതിൽ തന്നെ നമുക്കൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട് അല്ലേ, അതൊന്ന് ചെയ്ത് നോക്കാം. ഐഡന്റിഫൈ ടേംസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ടേംസും ഫാക്ടേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ട്രീ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം.
-4x + 5 അതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അതിലെ ടേംസ് -4xഉം 5ഉം ആണ്. -4xന്റെ ഫാക്ടേഴ്സ് -4 ആൻഡ് എക്സ്. 5ന്റെ ഫാക്ടർ 5 തന്നെ. മനസ്സിലായല്ലോ? അടുത്ത എക്സ്പ്രഷൻ -4x + 5y ടേംസ് -4xഉം 5yയും. -4xന്റെ ഫാക്ടേഴ്സ് -4ഉം എക്സും. 5yയുടെ ഫാക്ടേഴ്സ് 5ഉം വൈയും. അടുത്ത എക്സ്പ്രഷൻ 5y + 3y². ഇവിടെ ടേംസ് 5y ആൻഡ് 3y². 5yയുടെ ഫാക്ടേഴ്സ് 5 ആൻഡ് y. 3y²ന്റെ ഫാക്ടേഴ്സ് 3y ആൻഡ് y. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇവിടെ എക്സ്പ്രഷൻ xy + 2x²y² ടേംസ് xy ആൻഡ് 2x²y². xyന്റെ ഫാക്ടേഴ്സ് x ആൻഡ് y. 2x²y²ന്റെ ഫാക്ടേഴ്സ് 2x, x, y ആൻഡ് y. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഇനി അടുത്ത എക്സ്പ്രഷൻ pq + q. ഇതിലെ ടേംസ് pq ആൻഡ് q. pqന്റെ ഫാക്ടേഴ്സ് p ആൻഡ് q. qന്റെ ഫാക്ടർ q തന്നെ. ഇനി അടുത്ത എക്സ്പ്രഷൻ 1.2ab - 2.4b + 3.6a. ഇവിടെ ടേംസ് 1.2ab, -2.4b, 3.6a. 1.2abയുടെ ഫാക്ടേഴ്സ് 1.2a ആൻഡ് b. -2.4bയുടെ ഫാക്ടേഴ്സ് -2.4 ആൻഡ് b. 3.6aയുടെ ഫാക്ടേഴ്സ് 3.6 ആൻഡ് a. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ 3/4x + 1/4. ഇതിലെ ടേംസ് 3/4x ആൻഡ് 1/4. 3/4xലെ ഫാക്ടേഴ്സ് 3/4 ആൻഡ് x. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ 0.1p² + 0.2q². ഇതിലെ ടേംസ് 0.1p²ഉം 0.2q². 0.2q²ന്റെ ഫാക്ടേഴ്സ് 0.2, q ആൻഡ് q. മനസ്സിലായല്ലോ? ഇനി 0.1p²ലെ ഫാക്ടേഴ്സ് 0.1, p ആൻഡ് p. ഈ സൊല്യൂഷൻ വളരെ ഈസി ആയിരുന്നു അല്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇൻട്രഡക്ഷൻ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. പെട്ടെന്ന് തന്നെ അടുത്ത സൊല്യൂഷനായിട്ട് വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ. ഇനി 0.1p²ലെ ഫാക്ടേഴ്സ് 0.1, p ആൻഡ് p. 0.2q²ന്റെ ഫാക്ടേഴ്സ് 0.2, q ആൻഡ് q. മനസ്സിലായല്ലോ? ഈ സൊല്യൂഷൻ വളരെ ഈസി ആയിരുന്നു അല്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇൻട്രഡക്ഷൻ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. പെട്ടെന്ന് തന്നെ അടുത്ത സൊല്യൂഷനായിട്ട് വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.